അസ്സലാമലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് മരുത സ്കൂളിൽ ഒരു കുട്ടികൾക്കുള്ളൊരു പാർക്ക് ഉണ്ടാക്കി. അതിൻ്റെ ഉദ്ഘാടനമൊക്കെയാണ് കേട്ടോ. വർണ്ണക്കൂടാരം എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. അപ്പോൾ അത് ഇന്നിപ്പോൾ നമ്മളെ MLA ഉദ്ഘാടനത്തിന് വരികയാണ്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, ഇടക്കാല തെരഞ്ഞെടുപ്പിൽ. അതിൽ നിലമ്പൂർ MLA ആയിട്ട് ആര്യാടൻ ഷൗക്കത്തിനെ തിരഞ്ഞെടുത്തില്ലേ. അപ്പം മരുത സ്കൂളിൻ്റെ ഉദ്ഘാടനം, ഈ വർണ്ണക്കൂടാരത്തിൻ്റെ ഉദ്ഘാടനത്തിന് വരിക കേട്ടോ. അപ്പോൾ അതിനുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ കാണുന്നതൊക്കെ. ഉണ്ടോ, ഇവിടെയൊക്കെ ഇതാണ് ഉദ്ഘാടനം ചെയ്യാനുള്ളത്. ഈ സ്കൂൾ ബിൽഡിങ്ങൊക്കെ പുതിയതാട്ടോ. അപ്പോൾ ഇവിടെ കണ്ടാൽ വരുമ്പോൾ എല്ലാ കുട്ടികളൊക്കെ ട്രെയിൻ ചെയ്ത് നിർത്തുന്നുണ്ട് കേട്ടോ. സ്കൗട്ടിൻ്റെ കുട്ടികളൊക്കെ ഉണ്ട്. SPC ആണ് മരുത സ്കൂൾ ബസ്. അപ്പോൾ മരുതൊക്കെ ഒരു സ്കൂൾ ബസ്സും കൂടി പ്രിയങ്ക ഗാന്ധിൻ്റെ വക ഉണ്ട് കേട്ടോ. 23 ലക്ഷം റുപ്യ പാസ്സായി. സ്കൂൾ ബസ്സിന് അതിൻ്റെ ഒരു ബാനറും ഒക്കെ ഇവിടെ ഈ സ്കൂളിൻ്റെ മുന്നിലുണ്ട്. കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുകയാണ് വരുമ്പോൾ. ആദ്യത്തെ സ്കൂള് പറഞ്ഞാൽ നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കുട്ടികളൊക്കെ 100% വിജയമാണ്. 10ാം ക്ലാസ്സൊക്കെ. അപ്പം നല്ല പഠനമുള്ള സ്കൂളാട്ടോ. ഈ സ്കൂളിൻ്റെ ബിൽഡിങ്ങുകളൊക്കെ ഇതേപോലെ ഇങ്ങനെ ഓരോരുത്തരും വരുമ്പോൾ ഇങ്ങനെ നിവേദനം കൊടുത്തിട്ടും അങ്ങനെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ ബിൽഡിങ്ങുകളും കിട്ടിയതാണ് കേട്ടോ. കുട്ടികളൊക്കെ MLA വരുമ്പോഴേക്കുള്ള ട്രെയിനിങ്ങിലാണ്. ഒരുപാട് ആൾക്കാരുണ്ട്, രക്ഷിതാക്കന്മാരും ആളുകളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയിരിക്കണം കേട്ടോ. കുറേ ലേഡീസൊക്കെ ഉണ്ടല്ലേ, അതാ വർണ്ണക്കൂടാരത്തിൻ്റെ അടുത്ത് നിൽക്കും. അപ്പോൾ ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടേ നിൽക്കണം. MLA 2 മണിക്ക് എത്തുന്ന പറഞ്ഞ 2 മണി കഴിഞ്ഞിട്ട് അങ്ങനെ വേറെയും പ്രോഗ്രാമുകളൊക്കെ എല്ലാം കൊണ്ടേ നടത്താൻ നേരം വൈകുന്നാണ് അറിയണത്. എന്തായാലും 3 മണിയാകും എന്ന് വിചാരിക്കാം. ഇവിടെ കണ്ട സ്കൂളിൻ്റെ മുന്നിലുള്ളിലൊരു മരങ്ങളൊക്കെ, വലിയ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഗേറ്റിൻ്റെ മുന്നിൽ എല്ലാവരും കാത്തിക്കുക. ഇത് നമ്മളെ മെമ്പറാണ് കേട്ടോ, 2ാം വാർഡ് നാസർ മെമ്പർ. അപ്പോൾ അതൊക്കെ സജ്ജീകരണത്തിനുള്ളിൽ കയറിപ്പോയി ഓരോ നാട് റെഡിയാക്കി കൊടുക്കട്ടോ. അതൊക്കെ വർണ്ണക്കൂടാരം ഇതിൻ്റെ ഉള്ളിലുള്ള അവരെന്തൊക്കെയോ ചർച്ച ചെയ്ത് കൊടുക്കണം മെമ്പർമാർക്ക്. കുട്ടികൾക്ക് കളിക്കാനുള്ള ഇത് കണ്ടില്ലേ, ഊഞ്ഞാലകൾ, കയറി നിരങ്ങാൻ പറ്റുന്ന. ഇപ്പോൾ പ്രവേശനോത്സവമൊക്കെ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ആവേശമൊക്കെ കേട്ടോ. അങ്ങനത്തെ പാർക്ക് മാതിരിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് കണ്ടില്ല. ഇവിടെ പെൻസിലൊക്കെ, കളർ പെൻസിലൊക്കെ മോഡൽ ഉണ്ടാക്കി വെച്ചിട്ട് കമ്പിക്കൊക്കെ പെയിൻ്റ് അടിച്ച് അതൊക്കെ രസമല്ലേ. എന്താ പൂമ്പാറ്റിനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതൊക്കെ നല്ല രസമുണ്ടല്ലോ കാണാൻ. അതിൻ്റെ ബാക്കിൽ പെൻസിൽ കുത്തിവെച്ച മാതിരി കളർ പെൻസിലുകൾ ഒക്കെ കമ്പി കൊണ്ട് ഇങ്ങനെ പെയിൻ്റ് അടിച്ച് വെച്ചതാട്ടോ. അപ്പോൾ എല്ലാവരും ചർച്ചയിലാണ്. എവിടെ എത്തി, ഉദ്ഘാടനത്തിനുള്ള ആളെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. MLA ആര്യാടൻ ഷൗക്കത്തിൻ്റെ വെയിറ്റിങ്ങിലാണ്. ആളുകളൊക്കെ ഇങ്ങനെ വന്ന് ഇപ്പോൾ കുറേ ആളുകളായിട്ടോ. അപ്പോൾ അതാ ട്രെയിനിങ്ങിൽ ഉള്ള കുട്ടികൾ. ഒരു മഴ വരുന്നുണ്ട് കേട്ടോ. ആ മഴ പെയ്തപ്പോൾ എല്ലാവരും ഒന്ന് കയറിപ്പോയി. അപ്പോൾ അത് അവിടെ എത്തിക്കണമെന്നുള്ള വിവരം കിട്ടി. അപ്പോൾ എല്ലാവരും ഒരുങ്ങി നിൽക്കുക കേട്ടോ. സ്കൗട്ടിൻ്റെ
SPCൻ്റെ ഒക്കെ കുട്ടികൾ തന്നെ മുന്നിൽ കേട്ടോ സ്വീകരിക്കാൻ വേണ്ടിക്കണം. അതാ വന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തുനിന്ന് പോയി നോക്കാം. ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ചെണ്ടുകളൊക്കെ കൊടുത്തുകൊണ്ടാണ് സ്വീകരിക്കുന്നത് കേട്ടോ. സ്കൂളിൻ്റെ അച്ഛൻ അപ്പം അങ്ങനെ സ്വീകരിച്ച് വരാട്ടോ. SPC കുട്ടികളൊക്കെ ഇടയ്ക്കിടെ ഇങ്ങനെ സെൻട്രൽ കൂടെ വഴിയൊക്കെ വെച്ച് ഇങ്ങനെ രണ്ട് സൈഡിലും കുട്ടികളുടെ സ്കൗട്ടുണ്ട്. അടിപൊളിയായിരുന്നു പരിപാടികളൊക്കെ. എല്ലാവരും ബാക്കിലിങ്ങനെ പോവാം. അവിടെ ചെന്നപ്പോൾ കുട്ടികളെ തിരക്ക്. കുട്ടികളൊക്കെ കൈ പിടിച്ച് വലിച്ചിട്ട് കുട്ടികൾ തന്നെ കപ്പപ്പാടെ കൂടിയിട്ടുണ്ട്. ഒരു അവസരത്തിൽ പിന്നാലെ കൂടിയിരിക്കുന്നു. എല്ലാവർക്കും കൈ എടുത്തിട്ടാണ് പോകുന്നത്. എല്ലാവർക്കും കൈ എടുത്തിട്ടാണ് കുട്ടികളൊക്കെ പാടിന് വട്ടം കൂടിയിട്ട് നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഉദ്ഘാടനത്തിന് എത്തിക്കത്. ഉദ്ഘാടനം നടന്നു കൊടുക്കും. നാടൻ അത് കഴിഞ്ഞുള്ളവർക്ക് കടന്നിട്ടാണ്. ഇതാണ് ഉദ്ഘാടനത്തിന് ഉണ്ടായില്ല കർണക്കൂടാറ്. അപ്പോൾ എല്ലാവരും ഇറച്ച് കയറിട്ടോ. കുട്ടികളൊക്കെ പടം തിരക്കേണ്ടുള്ളിലേക്ക് കയറി. കുട്ടികളൊക്കെ ഇറച്ച് കയറിയപ്പോൾ ഞാനൊന്ന് പോയി നോക്കട്ടെ അതിൻ്റെ ഉള്ളിൽ കയറിയാലും. അപ്പോൾ ഇത് അടുത്തൊന്നല്ല ശരിക്കും കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ വന്നപ്പോൾ അവിടെ പൂച്ചണ്ടൊക്കെ കൈ തന്നെ ഉണ്ട് കേട്ടോ. ഈ കുട്ടികളെ മുന്നിൽ കുട്ടികളെ കുശലം പറയണം, കൊഞ്ചിക്കുക. കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർക്ക്. അപ്പോൾ കുട്ടികളെ കൂടെ നിന്ന് ഫോട്ടോകളൊക്കെ എടുക്കുന്നുണ്ട്. സ്റ്റേജിലാണ്. മക്കളെ നിങ്ങളെ പുതിയ യൂണിഫോം ഇട്ട സുന്ദരി കുട്ടപ്പന്മാരും കുട്ടപ്പന്മാരൊക്കെ ഇവിടെ തന്നെ നിൽക്കണം കേട്ടോ. നിങ്ങളുടെ ടീച്ചർമാരുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് ഇനി ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ? രക്ഷിതാക്കന്മാരും കുട്ടികളും എല്ലാവരും ഉണ്ട്. സ്റ്റേജിൽ വന്ന് പ്രാർത്ഥനാഗാനം തുടങ്ങി. സമസ്തമരുളുകയല്ലോ ഓ മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തി ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ, ഏ മനസ്സു നന്നാവട്ടെ. ആദരണീയരായ എല്ലാവർക്കും നമസ്കാരം. സംസ്കൃതിയിൽ ഉറങ്ങിക്കിടക്കുന്ന കിഴക്കൻ ഏറനാടിൻ്റെ മലയോര ഗ്രാമമായ പ്രദേശത്തെ ആദ്യ ജനവാസ കേന്ദ്രങ്ങളിലൊന്നായ മനിതയുടെ ആധുനിക വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണ് മനിത ഗവൺമെൻറ് UP സ്കൂൾ. ഇപ്പോൾ നമ്മളുടെ മനിത ഗവൺമെൻറ് ഹൈസ്കൂൾ. ഭാവിയിൽ ഇത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ആകുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളെപ്പോഴും. ഈ സ്കൂളിൻ്റെ ഇളം തലമുറയുടെ രൂപീകരണത്തിൽ മുഖ്യമായ പങ്കുവഹിക്കുന്ന പ്രീ പ്രൈമറി വിഭാഗത്തിന് വേണ്ടിയുള്ള വർണ്ണ കൊടാരത്തിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നമ്മുടെ നിലമ്പൂരിൻ്റെ ബഹുമാന്യനായ MLA ശ്രീ ആര്യാടൻ അവർ നിർവഹിക്കുന്നത്. ഈ ഏറ്റവും സന്തോഷകരമായ കർമ്മത്തിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നതാണ് എൻ്റെ നിക്ഷിപ്തമായ കടമ. എങ്കിലും ഈ കർത്തവ്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ എനിക്ക് നമ്മുടെ ഈ നമ്മുടെ വേദിയിലിരിക്കുന്ന ജനപ്രതിനിധികളോട് നമ്മുടെ സ്കൂളിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയുവാനുണ്ട്. അപ്പോൾ സ്കൂൾ
ഇതുവരെ വളരെ ഭൗതികമായിട്ടും അക്കാദമികപരമായിട്ടും വളരെ നേട്ടം കൈവരിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ്. SSLCക്ക് 100%, LSS USS മികച്ച വിജയം നേടി അതിൻ്റെ മുന്നോട്ടുള്ള യാത്രയിലാണ്. ഈ സ്കൂളിൻ്റെ ഭൗതികവും അക്കാദമികപരമായിട്ടുള്ള എല്ലാ വികാസത്തിനും എന്നും താങ്ങും തണലുമായി നിന്നിട്ടുള്ളത് ഇവിടുത്തെ ജനപ്രതിനിധികളും ഇവിടെയുള്ള സാമൂഹിക പ്രവർത്തകരും രക്ഷിതാക്കളും ഒക്കെ തന്നെയാണ്. സ്കൂൾ വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഭൗതിക കാര്യങ്ങളിൽ വളരെ നേട്ടം കൈവരിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അത് വളരെ പോരായ്മയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഓഡിറ്റോറിയം ഇത് നമ്മൾ വളരെ ചെലവോടെയാക്കുമെന്ന് നടക്കില്ല എന്നറിയാം. എങ്കിലും അതിൽ ഒന്നെങ്കിലും ഇപ്പോൾ നടത്തി തരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട MLA അഭ്യർത്ഥിക്കുകയാണ്. അതിലേറ്റവും ഞങ്ങൾ മുൻതൂക്കം കാണുന്നത് ഈ ഓപ്പൺ ഓഡിറ്റോറിയം തന്നെയാണ്. കാരണം വർഷത്തിൽ ഒരു 3 പ്രാവശ്യം മിനിമം അത് നിർബന്ധമായി വേണം. കാരണം സ്കൂൾ ആരംഭിക്കുന്നത് പ്രവേശനോത്സവത്തോടുകൂടി. നമ്മൾക്ക് ഇപ്പോൾ ഇപ്രാവശ്യമാണെങ്കിൽ സ്കൂൾ തുറന്ന ആദ്യത്തെ ആഴ്ച തന്നെ ബോധവൽക്കരണ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വളരെയേറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. മഴയൊക്കെ ആണെങ്കിൽ ഒന്നും നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പം ബഹുമാനപ്പെട്ട MLA ശ്രദ്ധയിലേക്ക് ഞങ്ങളുടെ ഈ ഒരു ഓപ്പൺ ഓഡിറ്റോറിയത്തിനുള്ള ഒരു തുക അനുവദിക്കണമെന്ന് ഞങ്ങളുടെ ഇവിടുത്തെ അധ്യാപകരും ഞങ്ങളുടെ രക്ഷകർത്താക്കളും കുട്ടികളും ഒന്നു ചേർന്ന് ആഗ്രഹിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. അപ്പം അതിനുള്ള നിവേദനം കൂടി ഞങ്ങൾ ഈ വേദിയിൽ നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി ഞാൻ എൻ്റെ കാരണം MLAക്ക് ഒരുപാട് തിരക്കൊണ്ട് പോകാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ ഈ ദേശീയ തലത്തിലും തന്നെ വളരെ ശ്രദ്ധ നേടിയ ജ്യോതിർഗമയ, സത്കമയ തുടങ്ങിയ പദ്ധതികൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റി നടപ്പിലാക്കി ഏറെ ശ്രദ്ധേയനായ വ്യക്തിയാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. അത് അദ്ദേഹത്തെ അപ്പം നമ്മുടെ മരുന്ന് സ്കൂളിൻ്റെ കാര്യത്തിലും ഈ ശ്രദ്ധ ഇനി ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തെ സ്കൂളിൻ്റെ പേരിൽ, രക്ഷിതാക്കളുടെ പേരിൽ, കുട്ടികളുടെ പേരിൽ ഏറെ സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ചടങ്ങിൽ ഇന്ന് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് നമ്മുടെ വഴിക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ഏറ്റവും നമ്മുടെ പ്രിയകരിയായ തങ്കമ്മ നെടുമ്പറമ്പിൽ മാഡമാണ്. നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ കാര്യങ്ങളും ഏറ്റവും ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തുകൊണ്ട് നമ്മുടെ സ്കൂളിൻ്റെ കാര്യത്തിലാണെങ്കിലും എപ്പോഴും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ എന്നാലും എനിക്കൊരു ഇപ്പോൾ ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ SPC കുട്ടികൾക്ക് വളരെയേറെ ആഴ്ചയിൽ 2 ദിവസം അനുവദിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് ഒപ്പം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ആണ് നമ്മുടെ സ്കൂളിൻ്റെ പ്രതിനിധികളാണ് നമ്മുടെ സ്കൂളിൻ്റെ രക്ഷാധികാരികളായിട്ടുള്ളത്. അഡ്വക്കേറ്റ് നമ്മുടെ കൂടിയായിട്ടുള്ള റെജി മാസ്റ്റർ നമ്മോടൊപ്പം ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ എത്തിച്ചേർന്നുണ്ട്. അദ്ദേഹത്തിന്റെ രൂപീകരണത്തിനും നമ്മുടെ ഫണ്ട് അനുവദിക്കുന്നതിനും ഒക്കെ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം. വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടുള്ള ശ്രീമതി ജെയ്മോൾ വർഗീസ് ഇവിടെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അവരെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ സ്കൂളിനോട് ചേർന്ന് കൊടുക്കുന്ന വിവിധ വാർഡുകളിലെ മെമ്പർ, നമ്മുടെ സ്വന്തം വാർഡിലെ മെമ്പറായിട്ടുള്ള ശ്രീ നാസസിക്ക്, മറ്റ് ചേർന്ന് കിടക്കുന്ന വാർഡ് മെമ്പർമാരായിട്ടുള്ള ശ്രീ M ഷിഹാബ്, ശ്രീമതി ജലജാമണി, ശ്രീ സൈദലവി മെമ്പർ, എല്ലാ മെമ്പർമാരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായിട്ടുള്ള ശ്രീ ജേക്കബ് സാർ എത്തുമെന്ന് എന്നോട് അറിയിച്ചിരുന്നു. വളരെ തിരക്കിലാണ്. സ്കൂൾ വിസിറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂലൈ 15 പൂർത്തീകരിക്കാനുണ്ട്. അതിനിടയിലാണെങ്കിലും മുംബൈയിലൊക്കെ വരുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് എത്താമെന്ന് എന്നെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ബഹുമാനപ്പെട്ട നമ്മുടെ ഈ ഭരണകൂടാരത്തിൻ്റെ ഉദ്ഘാടകനും നമ്മുടെ MLA പ്രിയങ്കനായ ആര്യ ഷൗക്കത്ത് വാപ്പത്തിക്ക, വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, അതുപോലെ വിദ്യാർത്ഥികൾക്ക് തുറന്നിട്ടുള്ള വീട്ടിൽ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ നടത്തപ്പെടാനുള്ള ഒരു ഭരണകൂടാരമാണ് ഇന്ന് തുറന്നു കൊടുത്തിട്ടുള്ളത്. നല്ലവരായ കുട്ടികൾ ആ ഒരു വേദിയിൽ വന്ന് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ
ആദരണീയായ വഴിക്കടവ് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി തങ്കമ്മ, സ്വാഗത ഭാഷണം നടത്തിയ നിങ്ങളുടെ പ്രിയപ്പെട്ട എച്ച് സിസിലി ടീച്ചർ, വേദിയിലിരിക്കുന്ന പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ റെജി മാസ്റ്റർ, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഫാത്തുമ ഇസ്മായിൽ, വേദിയിലിരിക്കുന്ന ജയ്മോൾ വർഗീസ്, നിസാർ, ഷിഹാബ്, ജലജാമണി, ദീർഘകാലം നിങ്ങളുടെ PTA പ്രസിഡന്റായിരുന്ന എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായ ശ്രീ എലിയാസ്, ശ്രീ ഹമീദ് ഖാ, അതുപോലെ തന്നെ PTA ഭാരവാഹികൾ, MTA ഭാരവാഹികൾ, മറ്റു അധ്യാപകരെ, സുഹൃത്തുക്കളെ, ഈ ഒരു സ്വീകരണത്തിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ആദ്യമായി കലാലയ സ്കൂളിൻ്റെ കാലെടുത്ത് വെച്ച്, സ്കൂളിൻ്റെ അങ്കണത്തിലേക്ക് കാലെടുത്ത് വെച്ച് ആദ്യ അക്ഷരങ്ങൾ നുണയാൻ വേണ്ടി വരുന്ന എൻ്റെ മുൻപിലിരിക്കുന്ന ഈ നിഷ്കളങ്ക ഹൃദയങ്ങളെ, അവർക്ക് ആദ്യമായി അക്ഷരം പഠിപ്പിച്ചു കൊടുക്കുന്ന, അവർക്ക് ആദ്യമായി അറിവ് നുകർന്നു കൊടുക്കുന്ന ഈ ഒരു വലിയ പദ്ധതിക്കാണ് പ്രീ പ്രൈമറി പദ്ധതിയായ വർണ്ണകൂടാരം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം, എപ്പോഴും ബാല്യകാലത്തെ ഓർമ്മകളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര പ്രയാണത്തിലും എത്ര മുന്നോട്ട് പോയാലും നമ്മൾക്ക് എപ്പോഴും ഓർമ്മയിലിരിക്കുന്ന ബാല്യകാലത്തെ കാര്യങ്ങളാണ്. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ വഴിക്കടവ് പഞ്ചായത്തിലെ മറ്റൊരു ഓണം കയറാൻ മൂലയായിരുന്ന അന്നത്തെ മലയോര ഗ്രാമമായ കാരക്കോട് സ്കൂളിലാണ് ഞാൻ ആദ്യാക്ഷരം കുറിച്ചത്. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, ജൂൺ മാസത്തിലെ തിമിർത്ത് പെയ്യുന്ന മഴയിൽ ആ പുത്തിരിപ്പാടത്ത് നിന്ന് കാരക്കൂട്ടിലേക്കുള്ള വലിയ വരമ്പിലുള്ള ഒരു നടത്തം, കയ്യിൽ കുറെ സ്ലൈറ്റും കുറെ പുസ്തകങ്ങളും സ്ലൈറ്റും ഒക്കെ പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചറുടെ കൈവിരൽ പിടിച്ചുകൊണ്ട് നടന്നു നീങ്ങിയത്. ഇന്നത്തെ മക്കൾക്ക് കുറെ കൂടി അനുഭവ സമ്പത്തിലൂടെ തന്നെ വിവരം നമ്മളെക്കാളും അധികമാണ് അവരുടെ IQ. ഒരുപക്ഷെ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനേക്കാളും അതിവേഗതയിൽ അവർ നമ്മുടെ മൊബൈൽ ഫോണിന്റെ ഫീച്ചേഴ്സ് അവർ ഉപയോഗിക്കാനും നമുക്ക് പറഞ്ഞു തരാനും കഴിയുന്നവരാണ് ഇന്ന് നമ്മുടെ കൊച്ചുമക്കൾ. പഴയ കാലത്തെ പോലെയല്ല. അവർക്കിന്ന് ആദ്യപാഠം കുറിക്കുമ്പോൾ, അവർ ആദ്യാക്ഷരം നുണയുമ്പോൾ, അവർ അറിവിന്റെ ലോകത്തേക്ക് കടന്നു വരുമ്പോൾ, അവരുടെ വർണ്ണങ്ങളുടെ ഒരു ലോകത്തുകൂടി കടന്നു വരാൻ വേണ്ടി കുറെ ചിത്രങ്ങളും കുറെ നിറങ്ങളും കുറെ ചിത്രശലഭങ്ങളും കുറെ തൂവാന തുമ്പികളും ഒക്കെയായി അവർക്കിന്ന് ഓർത്തിരിക്കാൻ കഴിയുന്ന ഒരു സ്കൂൾ പ്രവേശനമായി ഇന്ന് സ്കൂളുകൾ മാറിയിരിക്കുക. അതിൻ്റെ ഒരു കർമ്മ പരിപാടി എന്ന നിലയ്ക്ക് കൂടിയാണ് ഈ വർണ്ണകൂടാരം ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഈ സ്കൂളിനെ സംബന്ധിച്ച് ഞാൻ കുറെ കാലമായി കേൾക്കുന്ന സ്കൂളാണ്. ഒന്ന്, ഈ മലയോര ഗ്രാമത്തിലെ ഈ അറ്റത്തുള്ള ഈ സ്കൂൾ, ഈ ഗവൺമെന്റ് സ്കൂൾ, ഈ നാട്ടിലെ കുറെ സാധാരണക്കാർക്ക് അക്ഷര വെളിച്ചം പകരുന്ന സ്കൂളാണ്. അല്ല ഞാൻ പറയുന്നു, ഇവിടെ LC സെക്രട്ടറി ഇരിക്കുന്ന പഞ്ചായത്ത് മെമ്പർ കൂടിയാണ്. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ സ്കൂളിനെ, ഒരു UP സ്കൂളായിരുന്ന സ്കൂളിനെ, ആദ്യം എനിക്ക് തോന്നുന്നു LP ആണ് തുടങ്ങിയത്, കോൺവെന്റ് സ്കൂൾ അല്ലേ ആയിട്ട് തുടങ്ങി, LP ആയി, അത് UP ആയി, 2013 അത് ഹൈസ്കൂളായി മാറി. നിരന്തരമായി എൻ്റെ പിതാവിൻ്റെ അടുത്ത് വരുന്നത് ഈ സ്കൂളിനെ കുറിച്ച് പറയാനാണ്. നിരന്തരമായി അന്നത്തെ PTA പ്രസിഡന്റും കൂട്ടരുമൊക്കെ വരാറുള്ളത്.
നിരവധി തവണ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്രയും നിങ്ങളുടെയൊക്കെ കൂട്ടമായ ശ്രമഫലമായാണ് ഈ സ്കൂളിന് ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. ഇനി അങ്ങോട്ടുള്ള സ്കൂളിന്റെ പ്രയാണത്തിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, നിങ്ങൾ തിരഞ്ഞെടുത്തയച്ച ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങളുടെ കൂടെ ഒരാളായി നിൽക്കാൻ ആര്യാടൻ ഷൗക്കത്തും കൂടെ ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളിൽ ഒരാളായി, നിങ്ങൾ എന്നെ ഒരു വലിയ MLA ആയിട്ടോ ഒരു വലിയ ജനപ്രതിനിധിയായിട്ടോ ഒന്നും കാണണ്ട. ഈ വഴിക്കടവിൽ ആദ്യാക്ഷരങ്ങൾ കുറിച്ച എനിക്ക് ഈ വഴിക്കടവിനെ കുറിച്ച് കൃത്യമായി ബോധ്യമുണ്ട്. സർക്കാർ സ്കൂളുകളിൽ എത്ര കണ്ട് സൗകര്യങ്ങൾ ഉണ്ടാകുന്നുവോ ആ സൗകര്യങ്ങൾ മുഴുവൻ ഉപയോഗിക്കപ്പെടുന്നത് ഈ നാട്ടിലെ അതിസാധാരണക്കാരനാണ് എന്ന ബോധ്യം കൃത്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിന്റെ സൗകര്യം വർദ്ധിപ്പിക്കാൻ, നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഞാൻ ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ഇവിടെ പറഞ്ഞത് തന്നെ വലിയൊരു സംഭവമാണ്. നിങ്ങൾക്കറിയാം, ഒരു ഓഡിറ്റോറിയം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. ഈ നീളത്തിൽ ഒരു ഓഡിറ്റോറിയം ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 50 ലക്ഷത്തോടൊന്നും ആവില്ല, 1 കോടിയൊന്നും ആവില്ല. ഏറ്റവും ചുരുങ്ങിയത് 2-3 കോടി രൂപ വേണ്ടി വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്കിലും എന്നെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, 8-9 മാസമാണ് എൻ്റെ മുൻപിലുള്ളത്. ആ 9 മാസത്തിനിടയിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് പ്രോട്ടോകോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വീണ്ടും വരും. അതെപ്പോഴും അറിയും. പഞ്ചായത്ത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരാൻ പോകും. അപ്പൊ വീണ്ടും ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ വീണ്ടും പ്രോട്ടോകോൾ വന്നു. അപ്പൊ അതും കൂടി കഴിച്ചാൽ ആകെ ഒരു 7 മാസമായിരിക്കും എനിക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ ആ സമയത്തിനുള്ളിൽ മറ്റേത് സ്കൂളിനേക്കാളും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പുവരുത്തും. അത് മറ്റൊന്നും കൊണ്ടുകൂടിയല്ല, നിങ്ങൾ തുടർച്ചയായി എന്ന വലിയ പ്രത്യേകത ഞാൻ കാണുകയാണ്. ഇപ്പൊ ടീച്ചർ പറഞ്ഞു, ഇവിടെ പഠിക്കുന്ന LSS, USS അതിലും നിങ്ങളേറെ മുന്നോട്ട് പോയി. മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ഫുട്ബോൾ ടീമാണ് അല്ലേ, ഫുട്ബോൾ ടീം സ്റ്റേറ്റിൽ തന്നെ ഒരു ബെസ്റ്റ് ഫുട്ബോൾ ടീം പ്ലെയേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് ഗേൾസിൽ, പെൺകുട്ടികളിലെ ഫുട്ബോൾ താരങ്ങൾ, പെൺകുട്ടികളെ ഫുട്ബോൾ രംഗത്തേക്ക് കൈപിടിച്ച് കൊണ്ടുവരിക മാത്രമല്ല, അവർക്ക് അതിനാവശ്യമായ പരിശീലനം കൊടുത്ത് സംസ്ഥാന ടീമിൽ തന്നെ എണ്ണമറ്റ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞ ഒരു സ്കൂളിന്റെ പേര് കൂടിയാണ് ഈ മരുത ഗവൺമെന്റ് സ്കൂൾ എന്ന് അഭിമാനപൂർവ്വം പറയാൻ പറ്റും. അതുകൊണ്ട് ഇനിയും നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു. എന്നെ കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങൾ ഈ ചുരുങ്ങിയ മാസം കൊണ്ട് ചെയ്യാൻ എന്തൊക്കെ സാധിക്കും അതിനൊക്കെ കൂടെ ഉണ്ടാവുമെന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു. എന്തൊക്കെയായാലും നിങ്ങൾ തന്ന ഈ ഒരു പരിപാടിക്ക് ആദ്യം തന്നെ ഇത്ര ഞാൻ MLA ആയതിനു ശേഷം എനിക്ക് ലഭിക്കുന്ന ഒരു വലിയ അവസരം, ആദ്യത്തെ വലിയ അവസരം ഏതെന്ന് ചോദിച്ചാൽ എന്നും എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ കഴിയും. മരുത ഹൈസ്കൂളിലെ വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനമാണ് എന്നെനിക്ക് എന്നും മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയും. ഞാൻ നിങ്ങളുടെ മുന്നിൽ കുറേ വാഗ്ദാനങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ പരിമിതികൾ ഭാഗത്തു നിന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ വർണ്ണക്കൂടാരം പദ്ധതി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ മനോഹരമായി സംസാരിച്ചു. വളരെ സന്തോഷം. അങ്ങയുടെ വാക്കുകൾക്ക് എന്നും വിദ്യാലയം കടപ്പെട്ടിരിക്കും. പരിഗണിക്കണമെന്ന് ഏറെ സ്നേഹത്തോടെ താഴ്മയോടെ അഭ്യർത്ഥിക്കുകയാണ്. വർണ്ണക്കൂടാരം പദ്ധതിക്ക് മെറ്റീരിയൽസ് വിതരണം സ്ഥാപനങ്ങൾ
കുട്ടികളെയും പിന്നിലാക്കിക്കൊണ്ട് GHS വരുന്നവരെ കരുത്തുറ്റ കുട്ടികൾ അഭിമാനകരമായ നേട്ടം ഈ വിദ്യാലയത്തിന് സമ്മാനിച്ചു സർ. അങ്ങയുടെ കരങ്ങൾ കൊണ്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നൽകുന്ന ആദരം ബഹുമാനപ്പെട്ട ഞങ്ങളുടെ HM സിസിലി ടീച്ചർക്കും വിജയഭേദി കോർഡിനേറ്റർ ശ്രീ ജുലൈ സാറിനും ഒരുമിച്ച് നൽകിക്കൊണ്ട് ഞങ്ങളുടെ പ്രിയങ്കരായ PTA പ്രസിഡന്റ് ശ്രീ VP അനീസ് അവരുടെയും ആ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മൂവരുടെയും സാന്നിധ്യത്തിൽ പ്രിയങ്കരായ MLA ആ ആദരവ് നിങ്ങൾക്ക് വേണ്ടി, ഈ നാട്ടുകാർക്ക് വേണ്ടി, നമ്മുടെ സ്കൂളിന് വേണ്ടി സമർപ്പിക്കുകയാണ്. ഏറ്റുവാങ്ങുന്ന മനോഹരമായ ഒരു ദൃശ്യമാണ്. താങ്ക് യു സാർ. ഞങ്ങളുടെ അതുല്യ കലാകാരിയാണ് ശുഭാശ്ശേരി, മിടുമിടുക്കിയാണ്. മകളെ നല്ലൊരു കയ്യടിക്കണ. സൂപ്പർ. താങ്ക് യു സാർ. താങ്ക് യു. വാങ്ങുന്നതിനായി ടീം ഇന്ത്യ സ്കൂൾ എയ്ഡ് കമ്പനിയുടെ പ്രതിനിധിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആദരവ് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട MLA ശ്രീ ആര്യൻ ഷൗക്കത്ത് അവരുകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കണ്ണൂരിൽ വെച്ച് നടന്ന സ്റ്റേറ്റ് ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുത്ത HVBക്ക് നമ്മുടെ വിദ്യാലയം ഒരു സ്നേഹോപഹാരം നൽകുന്നു. അത് നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട MLA വിദ്യാർത്ഥികൾ എത്തിച്ചേരുക. അടുത്തതായിട്ട് തിരുവനന്തപുരം വെച്ച് നടന്ന SPCയുടെ സ്റ്റേറ്റ് ക്യാമ്പിൽ പങ്കെടുത്ത GHS മത്സരത്തിൽ നിന്ന് ഒരാൾ മാത്രമാണ് പങ്കെടുത്തത്. ഫാരിസ്റ്റി എന്ന വിദ്യാർത്ഥിയാണ്. ഏറെ സ്നേഹത്തോടുകൂടി ഫാരിസ്റ്റിയെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം ചെയ്യുകയാണ്. ഏറ്റുവാങ്ങുന്നു ഫാരിസ്. അടുത്തതായി SPC ജില്ലാ സഹവാസ ക്യാമ്പിൽ പങ്കെടുത്ത 4 വിദ്യാർത്ഥികൾ ശ്രീ അവാർഡുകൾ സമ്മാനിക്കുകയാണ് ബഹുമാനപ്പെട്ട MLA. അടുത്തതായി SPC മലപ്പുറം ഡിസ്ട്രിക്ട് ലെവൽ ലഹരി വിരുദ്ധ ക്വിസിൽ പങ്കെടുത്ത വിജയിച്ച 2 വിദ്യാർത്ഥികൾ 8Dയിലെ മുഹമ്മദ് ഷരീഫ്, 8Bയിലെ അഷ്മിൽ. എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക. അഷ്മിൽ. വയനാട് ക്വിസ് മത്സരത്തിൽ വിജയിച്ച 3 വിദ്യാർത്ഥികൾ. ദേവിക ഫസ്റ്റ് പ്രൈസ്, ദേവിക കെ. സെക്കൻഡ് പ്രൈസ് അവർക്കുള്ള മൊമെന്റോയും ആതിര പി, പത്തിയയിലെ ആതിര പി, അവന്തിക KP, റന്ന ഫാത്തിമ, സഫ ഫാത്തിമ, ദേവിക. എത്രയും പെട്ടെന്ന് അവരുടെ അവാർഡുകൾ ഏറ്റുവാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നല്ലൊരു കയ്യടി അടിക്കാനോ. നിങ്ങളുടെ കൂട്ടത്തിലെ ബുദ്ധിമുട്ടുക്കന്മാരാണ് ആ സ്റ്റേജിൽ നിന്ന് സമ്മാനം വാങ്ങുന്നത്. ഇതുപോലെ ആവണം നാളെ നിങ്ങളിൽ ഓരോരുത്തരും. സന്തോഷം സാർ. താങ്ക് യു സാർ. ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. ഒരേ ഒരു അഭ്യർത്ഥന കഴിഞ്ഞു. ഇതിന് പറ്റിയ ആളാണ് ഇന്നത്തെ ഉദ്ഘാടകനായി ഇവിടെ എത്തിയെന്നുള്ളത് കൃത്യമായ ബോധ്യമുള്ള ആളുകളാണ് ഞങ്ങളെല്ലാവരും. അങ്ങയുടെ സാന്നിധ്യത്തിൽ ആ ഞങ്ങളുടെ വിദ്യാരംഗ ക്ലബിന്റെ ഔപചാരികമായ ലോഗോ അത് ഒന്ന് പ്രകാശിപ്പിക്കണം. അങ്ങയുടെ മഹനീയമായ കരങ്ങളാൽ അത് വിദ്യാലയത്തിലേക്ക് എല്ലാവരും ചേർന്ന് ഈ ലോഗോ പ്രകാശിപ്പിച്ചിരിക്കുകയാണ്. മകളെ, വിദ്യാരംഗ ക്ലബിന്റെ ഔദ്യോഗികമായ ലോഗോ പ്രകാശിപ്പിച്ചിരിക്കുന്നു. ഇനി വിദ്യാരംഗ ക്ലബ് ഈ വർഷം മുഴുവൻ തകർപ്പൻ പ്രകടനങ്ങളുമായി നമ്മുടെ പ്രിയപ്പെട്ട MLAയിൽ നിന്ന് തന്നെ ഇതേപോലുള്ള മികച്ച സമ്മാനങ്ങൾ നേടുമെന്ന് നമ്മൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. താങ്ക് യു സാർ. അങ്ങയുടെ വിലയേറിയ സമയം. ഒരുപാട് സന്തോഷം. അപ്പോൾ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് MLA തിരിച്ചു പോകട്ടെ. അപ്പോൾ കുട്ടികളൊക്കെ പിന്നാലെ കൂടിയിരിക്കണം. അപ്പോൾ വണ്ടി സ്ലോ ആക്കി ഇങ്ങനെ പോകുന്നിട്ടെ കൈയൊക്കെ കൊടുത്തിങ്ങനെ പോരണം കേട്ടോ. കുട്ടികളൊക്കെ കണ്ട വണ്ടിൻ്റെ പിന്നാലെ ഓടിക്കൂടണം. അപ്പോൾ വണ്ടി നിർത്തി കൊടുത്ത് എല്ലാവർക്കും കൈയൊക്കെ കൊടുത്ത് കുട്ടികളൊക്കെ സന്തോഷിപ്പിച്ചിട്ടാണ് പോണേ. അപ്പോൾ കുട്ടികൾ പിന്നെ വിടാതെ കൂടുന്നുണ്ട്. MLAക്ക് ആണെങ്കിൽ തീരെ ടൈമല്ല, ഒരുപാട് പരിപാടികളും ഉണ്ട്. അപ്പോൾ അങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ